നിർബന്ധമായിട്ടും ഒരു ബിസിനസ്സുകാരൻ അറിഞ്ഞിരിക്കേണ്ട കുറേ ഫൈനാൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വാക്ക് എന്നോട് ചോദിച്ചത്, എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഒരു ബിസിനസ്സുകാരൻ അറിയണം എന്ത്, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് വന്നു, ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് ബിസിനസ്സിൽ നിന്ന് പോയി. ബാലൻസ് ഷീറ്റ് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ക്രെഡിറ്റേഴ്സ്, നമ്മൾ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബിസിനസിന്റെ ലയബിലിറ്റി സൈഡിലാണ് എഴുതാറുള്ളത്. എന്താ കാര്യം? ഇപ്പോൾ ബിസിനസ്സിൽ ഓണറും ബിസിനസ്സും അക്കൗണ്ട്സിൽ രണ്ടാണ്. ഓണറെ വേറെ ആയിട്ടും ബിസിനസ്സിനെ വേറെ ആയിട്ടും കാണും. അതുകൊണ്ടാണ് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഫണ്ട് ഓണറുടെ ഫണ്ടാണ്, ബിസിനസ്സിന്റെ ഫണ്ടല്ല. അതുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും ഒരു ബിസിനസ്സുകാരൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അയാൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടും അവെയറായി ഇതെല്ലാം നല്ല പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണലാണ് ഒരു കമ്പനിയിലുള്ളത് എങ്കിൽ 100% ഷുവർ ആ കമ്പനി അടുത്ത സ്റ്റേജിലേക്ക് ഡെഫിനറ്റ്ലി പോയിട്ടുണ്ടാവും. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരു പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഗുണപ്രദമാകുന്ന എപ്പിസോഡുകൾ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സജഷൻസ് ഒബ്വിയസ്ലി വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റുകളുടെ ടോപ്പിക്ക് ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യണം, അല്ലേ? അതനുസരിച്ച് വേണം നമുക്ക് കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് വേറെ സംസാരത്തിനൊന്നുമില്ല, ഞാൻ നേരെ ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു ബിസിനസ്സിൽ എന്തിനാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്കൊന്ന് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളാണല്ലോ ഡിസൈൻ ചെയ്ത്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ടോപ്പിക് ആകാൻ എന്തായാലും നല്ലൊരു ക്വസ്റ്റ്യനുമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഞാൻ പൊതുവേ പറയാറുള്ളത്, ഒരു ബിസിനസ്സുകാരോട് പൊതുവേ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ളത്, ശരിക്കും നമ്മൾ നല്ലപോലെ ബിസിനസ് പഠിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ, ബിസിനസ് ചെയ്യാവൂ. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും ഒരു എഞ്ചിനീയർ ആണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും ഒക്കെ എല്ലാവരും നല്ലപോലെ കുറേ നാൾ സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു സെഗ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായി. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ, ഒരു ഓൺട്രപ്രണർ തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ സിസ്റ്റം നന്നായിട്ട് പഠിക്കണം, അവിടുത്തെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം, HR കുറിച്ച് പഠിക്കണം, പല സെഗ്മെൻറ്റുകളും പഠിക്കണം. പക്ഷേ അതൊക്കെ പഠിക്കുന്നതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സെഗ്മെൻറ്റാണ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സെഗ്മെൻറ്റ്. അപ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായിട്ടും അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അവരുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന പല റിപ്പോർട്ടുകളും ശരിക്കും കാണുമ്പോൾ പലർക്കും, പല ഓൺട്രപ്രണേഴ്സിനും അതെന്താന്ന് പോലും പലപ്പോഴും മനസ്സിലാവാറില്ല. അറിയുന്നവരും ചെയ്യുന്നവരും മാനേജ് ചെയ്യുന്ന എത്രയോ ഓൺട്രപ്രണേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ പല ആൾക്കാർക്കും പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ വേർഡ് അക്കൗണ്ട്സിലോ ഫിനാൻസിലോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു ക്വസ്റ്റ്യൻ ഇടാനോ പലപ്പോഴും പറ്റാറില്ല. അപ്പം ഞാനെപ്പോഴും എനിക്ക് പരിചയമുള്ള, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന നമ്മളെ സറൗണ്ടിങ്സിലുള്ള ബിസിനസ്സുകാരോടൊക്കെ പറയാറുള്ളത്, നിർബന്ധമായിട്ടും ഒരു ബിസിനസ്സുകാരൻ അറിഞ്ഞിരിക്കേണ്ട കുറേ ഫൈനാൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വാക്ക് എന്നോട് ചോദിച്ചത്, എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ബിസിനസ്സിലെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ ശരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റുക. പ്രത്യേകിച്ച് ഇബാക്കയുടെ ബേസ് കൊമേഴ്സ് ആയതുകൊണ്ട് ഇബാക്കക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, എല്ലാ ബിസിനസ്സുകാർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവാം. അപ്പോൾ ഒരു ബിസിനസ്സിൽ ശരിക്കും ബാലൻസ് ഷീറ്റിൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ലയബിലിറ്റീസും വേറെ ഒന്ന് അസറ്റ്സും. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ഈ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ വന്ന വ്യത്യസ്ത ഫണ്ടാണ്, അതായത് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ് ശരിക്കും ലയബിലിറ്റി സൈഡിൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ബാദ്കയും കൂടിയിട്ടൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പുറത്തുനിന്ന് എടുത്ത് നമ്മൾ എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ, ആ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി സൈഡിൽ ശരിക്കും അവിടെ ഏതൊക്കെ സോഴ്സിലൂടെയാണ് ആ ബിസിനസ്സിലേക്ക് ഫണ്ട് വന്നത് എന്നായിരിക്കും ലയബിലിറ്റി സൈഡിൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായി. ഇപ്പോൾ സാധാരണ കേസിൽ ലയബിലിറ്റി സൈഡ് നോക്കുമ്പോൾ ക്യാപിറ്റൽ കാണാം, ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണ് കാണാം, മറ്റ് ഷോർട്ട് ടേം ലോൺസ് കാണാം, ക്രെഡിറ്റേഴ്സ് കാണാം. ഇതൊക്കെയാണ് ലയബിലിറ്റി സൈഡിൽ ഉണ്ടാവുക. ശരിക്കും ഇതൊക്കെ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഫണ്ട് ഏതൊക്കെ സോഴ്സിലൂടെ ബിസിനസ്സിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സിൽ ഓണറും ബിസിനസ്സും അക്കൗണ്ട്സിൽ രണ്ടാണ്. ഓണറെ വേറെ ആയിട്ടും ബിസിനസ്സിനെ വേറെ ആയിട്ടും കാണും. അതുകൊണ്ടാണ് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഫണ്ട് ഓണറുടെ ഫണ്ടാണ്, ബിസിനസ്സിൻ്റെ ഫണ്ടല്ല.
അതുകൊണ്ടാണ് ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണറുടെ കോൺട്രിബ്യൂഷൻ ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ എഴുതുക എന്ന് ചോദിച്ചാൽ അത് ഓണറുടെ ഫണ്ടാണ്, അത് ബിസിനസിൻ്റെ ഫണ്ടല്ല. അക്കൗണ്ട്സിൽ ബിസിനസ് വേറെ, ഓണർ വേറെ. എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഓണറുടെ ഫണ്ട് നമ്മളെ ബിസിനസ്സിലെ ക്യാപിറ്റൽ ആണെങ്കിൽ ആ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വന്ന ഒരു ഫണ്ടാണ്. അല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അത് വേറൊരു ഫണ്ടാണ്, വേറൊരു സോഴ്സിലൂടെ ഫണ്ട് വന്നതാണ്. അതുപോലെ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നമുക്ക് ലോൺ എടുക്കാം. അതുപോലെ നമുക്ക് ഷോർട്ട് ടേം ലോണ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ് പോലത്തെ വഴികളിലൂടെയൊക്കെ ഫണ്ട് കൊണ്ടുവരാം. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ്, നമ്മൾ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് എഴുതാറുള്ളത്. എന്താ കാര്യം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടത്തിനൊരു സപ്ലയറെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മളെ ബിസിനസ്സിൽ ക്രെഡിറ്റർ ആവുന്നത്. ശരിക്കും ആ ഗുഡ്സ് നമുക്ക് വേണ്ടി ആ സപ്ലയർ പർച്ചേസ് ചെയ്തതാണ്, എന്നിട്ടാണ് ആ ഗുഡ്സ് അയാൾ നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗുഡ്സിൻ്റെ മുകളിൽ ഫണ്ട് ഇറക്കിയത് ആരാണ്? സപ്ലയറാണ്. സപ്ലയർ ഫണ്ട് ഇറക്കിയിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ആ ഗുഡ്സ് നമുക്ക് കടത്തിന് തന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇബാദ്ക്ക ഞാൻ പറയുന്നു, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മളെ ബിസിനസ്സിൽ ഒരു ഫണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലാബിലിറ്റി സൈഡിൽ കാണുന്നതൊക്കെ വ്യത്യസ്ത സോഴ്സിലൂടെ ബിസിനസ്സിലേക്ക് വന്ന ഫണ്ടുകളാണ്. അസറ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? ആ ഫണ്ടുകൾ നമ്മൾ ഉപയോഗിച്ചത് ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ഫിക്സഡ് അസറ്റിലേക്ക് നമ്മളെ ഫണ്ട് ഉപയോഗിച്ചു, ഏതൊക്കെ കറണ്ട് അസറ്റ്സിലേക്ക് നമ്മളെ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇതൊക്കെയാണ് ശരിക്കും അസറ്റ് സൈഡിൽ ഉണ്ടാവുക. ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിനെ അനലൈസ് ചെയ്യേണ്ടത്. ക്ലാരിറ്റി കിട്ടിയില്ലേ? അപ്പം നമ്മളിപ്പോൾ ഇബാദ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ബിസിനസ് ഉള്ള എന്ന് തൊട്ട് തുടങ്ങിയോ ആ ബിസിനസ്സിൻ്റെ ബർത്ത് ഡേറ്റ് എന്നാണോ അന്ന് തൊട്ട് എന്നാണോ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുന്നത് അന്ന് വരെയുള്ള ടീസും അസറ്റ്സും ആയിരിക്കും ഉണ്ടാവുക. കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ ബിസിനസ് വന്ന അന്ന് തൊട്ട് ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് വന്നു എന്നുള്ളതും ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് നമ്മൾ പോയി അല്ലെങ്കിൽ ഏതൊക്കെ സെഗ്മെൻറ്റിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ബാലൻസ് ഷീറ്റ് നമ്മളോട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ അറിയണം എന്ത്, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് വന്നു, ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് ബിസിനസ്സിൽ നിന്ന് പോയി, അത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് വന്നു എന്നുള്ളതും ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് പോയി എന്നുള്ളതും ബിസിനസ്സുകാരൻ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഒരു ഓണർ നമ്മളെ അക്കൗണ്ട്സിലിരിക്കുന്ന ഫിനാൻസിലിരിക്കുന്ന ഒരാളോട് പറയുകയാണ്, എനിക്ക് അറിയണം ഈ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് വന്നു എന്നുള്ളതും ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് പോയി എന്നുള്ളതും അറിയണം. ബാലൻസ് ഷീറ്റ് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. കാരണം ബാലൻസ് ഷീറ്റിൽ എന്താ ബാക്കിയുള്ളത്? കുറേ വർഷങ്ങൾക്ക് മുന്നേ അന്ന് തൊട്ട് ഇന്നേ വരെ നിലനിൽക്കുന്ന ലാബിലിറ്റീസും അത് ഏതൊക്കെ അസറ്റിലാണ് ആ ഫണ്ട് ഇറക്കിയെന്നാണുള്ളത്. ഒരിക്കലും ബാലൻസ് ഷീറ്റ് നേരിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ സോഴ്സ് ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് വന്നു എന്നുള്ളതും ഏതൊക്കെ സോഴ്സിലൂടെ ഫണ്ട് പോയി എന്നുള്ളതും. അപ്പോൾ ശരിക്കും ഒരു ബിസിനസ്സുകാരന് പെട്ടെന്ന് അറിയണം ഏതൊക്കെയാണ് ഈ വർഷം വന്ന ഫണ്ടും ഏതൊക്കെ രീതിയിൽ ആ ഫണ്ട് പോയി എന്ന് അറിയണമെങ്കിൽ അവർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നോക്കണം. അപ്പം ഇതൊക്കെ ശരിക്കും ഒരു ബിസിനസ്സുകാരൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അയാൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടും അവെയറായി ഇതെല്ലാം നല്ല പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണലാണ് ഒരു കമ്പനിയിലുള്ളത് എങ്കിൽ 100% ഷുവർ ആ കമ്പനി അടുത്ത സ്റ്റേജിലേക്ക് ഡെഫിനറ്റ്ലി പോയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതിലൂടെയൊക്കെ ആ ബിസിനസ്സുകാരൻ കടന്നു പോകണം, തീർച്ചയായിട്ടും കടന്നു പോകണം. അപ്പോൾ ശരിക്കും ഇത് ഒരു സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്, അതായത് അക്കൗണ്ട്സിലോ ഫിനാൻസിലോ ഇരിക്കുന്നവർ മാത്രമല്ല അത് അറിഞ്ഞിരിക്കേണ്ടത്. ശരിക്കും ബിസിനസ്സുകാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി നമ്മൾ ക്യാഷ് ഫ്ലോ ആണെങ്കിലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണെങ്കിലും ഫണ്ട് ഫ്ലോ ആണെങ്കിലും ഒക്കെ നല്ല പോലെ മനസ്സിലാക്കി ഒരു ബിസിനസ് മുന്നോട്ട് പോയാൽ ആ ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഡെഫിനറ്റ്ലി സ്ട്രോങ് ആവും. ഫൈനാൻസ് സ്ട്രോങ് ആയ കമ്പനിയൊക്കെ ഒരുപാട് കാലം നിലനിൽക്കുകയും നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര വലിയൊരു ഇൻഫർമേഷൻ ആയിപ്പോയി നമ്മുടെ ആളുകൾക്ക്. പിന്നെ സൈസ് നിങ്ങളോട് വേറെ നിങ്ങളിപ്പോൾ ഒരു ഇത് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പേഴ്സണലി വിളിച്ച് ചോദിച്ചു റിക്വയർമെൻറ്റ് വെച്ചാൽ നിങ്ങൾ ഈ 1-to-1 കൺസൾട്ടിങ് അവർ കൊടുക്കുന്നുണ്ടാവും. ശരിക്കും വാക്കാൻ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന് ശരിക്കും നമ്മൾ 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഫഷണൽസിനുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഞാനൊരു ബേസ് ലെവൽ ട്രെയിനിങ് അല്ല, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് മാനേജർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ എങ്ങനെയാവാം,
നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ലൊരു എക്സ്പേർട്ട് അക്കൗണ്ട്സ് മാനേജർ ആവാനുള്ള ട്രെയിനിങ്ങും നല്ലൊരു എക്സ്പേർട്ട് ഫിനാൻസ് മാനേജർ ആവാനുള്ള ട്രെയിനിങ്ങാണ് ഒന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഓണ്ടർപ്രണേഴ്സിനുള്ള ട്രെയിനിങ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ബിസിനസ്സുകാർ അറിഞ്ഞിരിക്കേണ്ട, ഫൈനാൻസ് സെഗ്മെൻറ്റിൽ അറിഞ്ഞിരിക്കേണ്ട ധാരാളം സബ്ജക്റ്റുകൾ, അറൗണ്ട് ഒരു 42ഓളം വ്യത്യസ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഓണ്ടർപ്രണേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവുക. അതാണ് രണ്ടാമത്തെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. മൂന്നാമത്തത് നമ്മളുടെ ഓഡിറ്റിംഗ് ആൻഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആണ്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രോപ്പർ കൺസൾട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മളെ കൺസൾട്ടിങ്ങിൻ്റെ പ്രത്യേകത, അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അവരുടെ അക്കൗണ്ട്സ് ഉണ്ടാവാം, ഫിനാൻസ് ഉണ്ടാവാം, ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള, റവന്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ധാരാളം സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. ഒറ്റ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നോക്കുന്നുണ്ടാവുക. എങ്ങനെ ആ കമ്പനിയുടെ ഫിനാൻസ് സ്ട്രോങ് ആക്കാം, എങ്ങനെ ആ കമ്പനിയുടെ സെയിൽസും ആ കമ്പനിയുടെ റവന്യൂവും സ്ട്രോങ് ആക്കാം. ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കൺസൾട്ടിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സൈസിജിനെ കോൺടാക്ട് ചെയ്യുമല്ലോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പാക്ക.